ആ കണ്ടൽക്കാടില്ലേ അതിനകത്താണ് നമ്മൾ എത്തേണ്ടത്. ഇവിടെയാണ് രവി പിള്ള സാറ് ഹെലികോപ്റ്ററിൽ വന്നിട്ട് ലാൻഡ് ചെയ്യുന്നത്. ഇറങ്ങുന്നതൊക്കെ ഇവിടെ നിന്നാണ്. ഐലൻഡ് ഒരു ഷിപ്പിൻ്റെ ഒരു സ്റ്റൈലല്ലേ ഫ്രണ്ട്. ഞങ്ങൾ തുരുത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. സോ ഒത്തിരി ആൾക്കാർ ഇവിടെ മുട്ടിൻ്റെ കാലിൻ്റെ മുട്ട് വരെ നമുക്കിങ്ങനെ നടന്നു പോകാൻ പറ്റും കേട്ടോ. 10 മണി മുതൽ എത്ര മണി വരെ ഇവിടെ നിൽക്കും? 5:30 വരെ വെള്ളത്തിൽ നിൽപ്പനല്ലേ? അത് റിസ്ക് അല്ലേ? ജീവിതമാർഗം അല്ലേ? ഓക്കെ. കായലിന് നടുക്ക് ചെറിയൊരു ഷോപ്പുണ്ട്. നമ്മുടെ ചേച്ചിതാ. നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വില്ലേജ് ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചാൻ പാലക്കാട് നിന്ന് ഞാൻ വിട്ടു. ഇപ്പോൾ കൊല്ലത്താണ് വന്ന് നിൽക്കുന്നത്. കൊല്ലത്തെ ആദ്യത്തെ വീഡിയോ ആണ് എടുക്കാൻ പോകുന്നത്. എൻ്റെ കൂട്ടുകാരനാണ് പക്രുവാണ് എൻ്റെ ഗൈഡ്. കാരണം വെച്ചാൽ ഇവിടുത്തെ കൊല്ലത്തെ സ്ഥലങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പോൾ പക്രുവാണ് എന്നെ നയിക്കുന്നത്. സത്യം പറഞ്ഞാൽ കൊല്ലത്തെ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് അഷ്ടമുടി കാലിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത്. സോ ഞങ്ങൾ പോകുന്നത് സാമ്പ്രാണിക്കൊടി എന്ന് പറഞ്ഞ ലേക്ക് അല്ലേ, തടാകമല്ലേ, ആ തടാകത്തിലേക്കാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. സോ അപ്പോൾ ബോട്ട് വരും, 11 മണിക്ക് ബോട്ട് വരുള്ളൂ. എൻ്റെ ടിക്കറ്റും റേറ്റിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. സോ അപ്പോൾ ഇവിടുത്തെ ഒരു ചേട്ടനോട് ചോദിച്ചു പോകുന്നത് ബസ്സിൽ കയറുന്ന പോലെ തന്നെയാണ് നമ്മൾ ബോട്ടിൽ കയറുന്നതിന് ശേഷമാണ് ടിക്കറ്റ് എടുക്കണമെന്നാണ് പറഞ്ഞത് കേട്ടത്. സോ വന്നതിന് ശേഷം അവിടെ എത്തിയിട്ട് പോകുന്ന വഴിയും എല്ലാ വിശേഷങ്ങളും കാണിച്ചു. ഈ കാണുന്നതാണ് അഷ്ടമുടി കായൽ. തൊട്ടപ്പുറത്ത് അക്വാലാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ബിൽഡിംഗ് ഉണ്ട്. സോ എന്താണെന്ന് അറിയില്ല. ഇവിടെ ചെറിയൊരു തോണിയുണ്ട്. അപ്പുറത്തൊരു വലിയ ഷിക്കാർ അല്ലേ, ഷിക്കാർ എന്ന് പറഞ്ഞ തോണി കേട്ടോ. തോണി എന്നല്ല, വഞ്ചി എന്താ പറയുക, ഷിക്കാർ. സോ ഗൈസ്, അപ്പോൾ ഇതാണ് കൊല്ലം ബസ് സ്റ്റാൻഡ് കേട്ടോ. KSRTC സ്റ്റാൻഡ് ഇതാണ്. ആ സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് അഷ്ടമുടി കായലുള്ളത്. ഇവിടെയാണ് ഹൗസ് ബോട്ടും ഷിക്കാറും പ്രൈവറ്റ് ബോട്ടൊക്കെ ഉള്ളത്. സർക്കാരിൻ്റെ ബോട്ട് വരുന്ന ഇതാണ്. ഇതിലാണ് നമ്മൾ പോകുന്നത്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ടിക്കറ്റ് റേറ്റ് വളരെ കുറവായിരിക്കും. കടൽക്കാക്കകൾ ഫ്രീ ആയിട്ട് എന്തോരം കൊക്കുകൾ അതിന് മുകളിലിരിക്കുന്നുണ്ടോ. അതിനൊന്നും ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കിട്ടില്ലെന്നൊരു ബോട്ട് നിൽപ്പുണ്ട്, JK റോയൽ ക്രൂയിസ്. ഹൗസ് ബോട്ടിൻ്റെ ഉൾവശം കേട്ടോ. ഒത്തിരി സീറ്റുകളുണ്ട്. അപ്സ്റ്റെയർ ഉണ്ട് കേട്ടോ. കാണുന്ന സ്റ്റെയർ വഴി മുകളിൽ പോയി കഴിഞ്ഞാൽ മുകളിലുണ്ട്. സോ നമ്മൾ സാമ്പ്രാണിക്കൊടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ഈ പാലത്തിൻ്റെ അടിയിലൂടെ പോകും കേട്ടോ. ഇതാണ് നമ്മുടെ ലീല ഹോട്ടൽ. 2 ബിൽഡിംഗ് ആയിട്ടുള്ളത്. പൊളിയല്ലേ? സോ 5 സ്റ്റാർ ഹോട്ടലാട്ടോ. ഞാൻ അവിടുത്തെ ചെറിയൊരു സ്റ്റാഫാണ്. വരെ ഈ കാണുന്നതാണ് രാവിസ് പാലസ് കേട്ടോ. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ലീല ഹോട്ടൽ, ലീല അഷ്ടമുടി രാവിസ് ഹോട്ടൽ. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ കാണുന്ന രാവിസ് പാലസ്. അതായത് ഈ അഷ്ടമുടി കായലിൻ്റെ 2 സൈഡിലാണ് 2 ബിൽഡിംഗ് ആയിട്ടുള്ളത്. ഈ തൊട്ട് ഇടത് സൈഡ് കാണുന്ന ഈ സ്പേസ് ഉണ്ടല്ലോ, ഇതൊരു ഹെലിപ്പാഡാണ്. ഇവിടെയാണ് രവി പിള്ള സാറ് ഹെലികോപ്റ്ററിൽ വന്നിട്ട് ലാൻഡ് ചെയ്യുന്നത്. ഇറങ്ങുന്നതൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ. സോ അതൊക്കെ ഞാൻ ലൈവായിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ കാണാനുള്ളൊരു ഭാഗ്യം എനിക്ക് ഈ ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ട് കിട്ടി. വലിയ വിള ഫാമിലി എസ്റ്റേറ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ട് തൊട്ടടുത്ത്. സോ ഇവിടെ ഒരു വലിയൊരു സ്റ്റാറ്റ്യൂ ഉണ്ട്. സോ അതിനെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് പറയാൻ അറിയാത്തതുകൊണ്ട് ഞാനിതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. സോ കാണാൻ നല്ല ലുക്കാണ്. അമ്മോ, ഇപ്പോഴല്ല ഇതിൻ്റെ ഒരു ലുക്ക്. ശരിക്കൊരു തുരുത്ത് കണ്ടോ, ഐലൻഡ്. ഒരു ഷിപ്പിൻ്റെ ഒരു സ്റ്റൈലല്ലേ ഫ്രണ്ട് വശം. ഇത് സംഭവം പൊളിച്ചു കേട്ടോ. കണ്ടോ, ഇവിടുന്ന് മൊത്തത്തിൽ കാണാൻ സാധിക്കും. സൂം ചെയ്ത് കാണിക്കുക. ആ ഫ്രണ്ടിൽ കാണുന്നത് ലീല ഹോട്ടൽ, അതിന് ഈ വൈറ്റ് കളർ കാണുന്നത് രാവിസ് പാലസ്. നമ്മൾ ഏകദേശം ഒരു വലം വെച്ച് കഴിഞ്ഞു കേട്ടോ. ഒരു ചെറിയൊരു വള്ളം വരുന്നുണ്ട് കേട്ടോ. ആൾ മീൻ പിടുത്തക്കാരനാണെന്ന് തോന്നുന്നു. മിക്കവാറും മീൻ പിടിക്കാൻ പോകുന്നതായിരിക്കും. വെയിറ്റ് ഇപ്പോൾ കാണാൻ സാധിക്കും. ആൾ മീൻ പിടിക്കാൻ പോകുമായിരിക്കും മിക്കവാറും. ഈ കാണുന്ന മൊത്തം ഫിഷിംഗ് ബോട്ട് കേട്ടോ. വലിയൊരു ഫിഷിംഗ് ബോട്ട് പോകുന്നു കേട്ടോ. വാവ്.
ഈ കാണുന്നത് മൊത്തം ചീന വലയാണ്. നമ്മൾ ചില സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ, ഇത് മൊത്തം താഴ്ത്തിയിട്ട് കുറേ ആൾക്കാർ ബാക്കിൽ നിന്ന് വലിച്ചു പൊക്കി എടുത്തിട്ട് മീൻ പിടിക്കുന്ന ഒരു സംഭവമില്ലേ, ചീന വല. ആ കാണുന്ന ഏരിയ ആണിത് മൊത്തം. കാരണം ഇവിടെ മുതൽ അങ്ങ് അറ്റം വരെ ഈ ചീന വലയാണ്, കണ്ടോ. പക്ഷെ ഇപ്പോൾ ആൾക്കാരൊന്നും ഇല്ല, എനിക്ക് തോന്നുന്നു അതിന് സമയമുണ്ടാകും. ആ സമയത്തായിരിക്കും വന്നിട്ട് അവർ മീൻ പിടിക്കുക. സോ ഫൈനലി ഞങ്ങൾ സാമ്പ്രാണിക്കൊടി ബോട്ട് ജെട്ടിയിലെത്തി കേട്ടോ. ഈ കാണുന്നതാണ് സാമ്പ്രാണിക്കൊടി ബോട്ട് ജെട്ടി. സോ നമ്മൾ ഇവിടുന്ന് ചെറിയൊരു ബോട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം, എന്നിട്ട് വേണം സാമ്പ്രാണിക്കൊടി ആ ഐലൻഡിലേക്ക് പോകാൻ. സോ ഐലൻഡ് കാണിച്ചു തരാം. ഈ ഏരിയ കേട്ടോ. ഇവിടെ ചെറിയൊരു പള്ളിയൊക്കെ ഉണ്ട്. സോ സാമ്പ്രാണിക്കൊടി ബോട്ട് ജെട്ടി കേട്ടോ. നമ്മൾ ഈ ബോട്ടിലാണ് ഇപ്പോൾ നമ്മൾ വന്നത്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ സാമ്പ്രാണിക്കൊടി ബോട്ട് ജെട്ടിയിൽ നിന്ന് നമ്മൾ ചെറിയൊരു പ്രൈവറ്റ് ബോട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം. അതായത് പെർ ഹെഡിന് 150 രൂപയാണ്. നമ്മൾ നേരത്തെ വന്ന സർക്കാർ ബോട്ടിൽ 20 രൂപയാണ്, പെർ ഹെഡിന് 20 രൂപ. നമ്മൾ ഇവിടുന്ന് ഐലൻഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് 150 രൂപയാണ്. അപ്പോൾ ഞാൻ പത്രവും കൂടിയുണ്ട്, ഒത്തിരി ആൾക്കാർ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എത്തേണ്ടത് ആ കാണുന്ന ആ കണ്ടൽക്കാടില്ലേ, അതിനകത്താണ് നമ്മൾ എത്തേണ്ടത്. ചെറിയൊരു ചാറ്റൽ മഴയുണ്ട് കേട്ടോ. സോ കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ്, നല്ല കൂളിംഗ് ആണ്. അത് മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 8 പേരാട്ടോ. 8 പേരാ ഒരു ബോട്ടിനകത്ത് കയറുള്ളൂ. സോ അതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് 4:30 വരെയാണ്, വൈകുന്നേരം 4:30 വരെയാണ്. നമ്മൾ ബോട്ട് ജെട്ടിയിൽ നിന്ന് 4:30 എടുക്കും. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് റിട്ടേൺ പോകുന്നത് 5:30 വരെ കേട്ടോ. മാക്സിമം ടൈം വൈകുന്നേരം 5:30 വരെ. 5:30 കഴിഞ്ഞാൽ പിന്നെ ക്ലോസ് ചെയ്യും. സംഭവം പൊളിയാണ് കേട്ടോ. ഇവിടെ നോക്കി കുറേ വള്ളങ്ങളും ചേട്ടന്മാരൊക്കെ താഴേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഓക്കെ, മീൻ പിടിക്കാനുണ്ട് അവിടെ. ഒത്തിരി ആൾക്കാരൊക്കെ ഇങ്ങനെ മുട്ടിന് താഴെയായിട്ട് നിൽക്കുന്നുണ്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഫൈനലി ഞങ്ങൾ സാമ്പ്രാണിക്കൊടി തുരുത്തിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ മച്ചന്മാരെ, ഇതാണ് കേട്ടോ സാമ്പ്രാണിക്കൊടി തുരുത്ത്. ഞങ്ങൾ തുരുത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. സോ ഒത്തിരി ആൾക്കാർ ഇവിടെ കാലിൻ്റെ മുട്ട് വരെ നമുക്കിങ്ങനെ നടന്നു പോകാൻ പറ്റും കേട്ടോ. ഫുൾ തുരുത്താണ്, ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. സോ ചെറിയൊരു ചാറ്റൽ മഴ ഉള്ളതുകൊണ്ട് സത്യത്തിൽ ഞങ്ങൾ നനഞ്ഞു. ഫ്രണ്ടിൽ പോകുന്ന ആൾക്കാർക്ക് സേഫാണ്, അവരൊക്കെ കുടയൊക്കെ എടുത്തുകൊണ്ട് ദേ ആർ ഫുള്ളി സേഫ്. അതെ, കാല് കാണിച്ചു തരാം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. കണ്ടോ, മുട്ടിൻ്റെ ഇത്ര വരെ ആഴമുണ്ട്. ബോട്ടിലോ? എത്രയാണ് പെർ ഹെഡ്? എത്രയാണ്? എങ്ങോട്ട് വരെ പോകും? എവിടെ മുതൽ എങ്ങോട്ട് വരെ? ഓക്കെ. ഓക്കെ. സോ ഇതൊക്കെ കാണുന്നത് കണ്ടൽക്കാടുകൾ കാണുന്നതാണ് പറയുന്നത് കേട്ടോ. മൊത്തം ഏതാ ഇങ്ങ് അറ്റം വരെ കേട്ടോ. ഈ ചുറ്റോട് ചുറ്റും കാണുന്നത് കണ്ടൽക്കാടുകളാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു തുരുത്തിന് സെൻട്രലാണ് ഞങ്ങൾ പലരും നിൽക്കുന്നത്. കര കാണുന്നില്ല, കണ്ടോ. അങ്ങനെ ഈ കണ്ടൽ മരങ്ങളിൽ തൊട്ടില്ല എന്ന് പരാതി വേണ്ട. സോ ഞാനതിൽ തൊട്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് കണ്ടൽ മരം എന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് വലിയ പിടുത്തൊന്നുമില്ല അതിനെക്കുറിച്ച്. പക്രു എന്ത്? പക്രുവിനെ കാണാനല്ലേ. അപ്പോൾ ഞാൻ ഈ മരത്തിൻ്റെ മുകളിലൊന്ന് കയറിയിട്ടോ. നമ്മൾ പാലക്കാട് മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ, കൊല്ലം കൂടി കാണിച്ചു തരാം. സോ ഈ തുരുത്തിന് നടുവിൽ കേട്ടോ, അതായത് ഈ കായലിന് നടുക്ക് ചെറിയൊരു ഷോപ്പുണ്ട്. നമ്മുടെ ചേച്ചി ഇതാ ഇവിടെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മാങ്ങ ഉപ്പിലിട്ടത്, പൈനാപ്പിൾ ഉണ്ട്, നെല്ലിക്കയുണ്ട്. അതവിടെ നെല്ലിക്കയുണ്ട്, കുടമോര്, സർവത്ത്, സോഡ, നാരങ്ങ എല്ലാം ഉണ്ടല്ലേ. ഇതെന്താ ചേച്ചി ഈ സാധനം കാണുന്നത്? അത് മുട്ടായി. അതൊരു വെറൈറ്റി മുട്ടായാണെന്ന് തോന്നുന്നു. ചേച്ചി എത്ര മണിക്കൂടെ വന്നു? 10 മണി മുതൽ എത്ര മണി വരെ ഇവിടെ നിൽക്കും? 5:30 വരെ വെള്ളത്തിൽ നിൽപ്പനല്ലേ? അത് റിസ്ക് അല്ലേ? ജീവിതമാർഗം അല്ലേ? ഓക്കെ. ഇതെങ്ങനെയാ ചേച്ചിന്റെ റേറ്റ് ഒക്കെ എങ്ങനെയാണ് ഇതിന്റെ? ഒരു ഗ്ലാസ് മാങ്ങയ്ക്ക് 50 രൂപ അല്ലേ? ഓക്കെ. കാരണം അവർ അത്ര റിസ്ക് എടുത്തിട്ടാണ് ഇതിനകത്ത് വരുന്നത്. അതുകൊണ്ട് ഒരു ഗ്ലാസ് മാങ്ങ ഈ കാണുന്നതിലെല്ലാം 50 രൂപ വെച്ചിട്ടാ കേട്ടോ. പക്ഷേ ഞാൻ ചുറ്റോട് ചുറ്റൊന്ന് കാണിച്ചു തരാം. ഇത് എപ്പുറത്തൊരു ചെറിയൊരു ഷോപ്പുണ്ട് കേട്ടോ. അയ്യോ,
അപ്പോൾ നമ്മളൊരു ചെറിയ മുട്ടായി, സ്പെഷ്യൽ ഒരു മുട്ടായിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മഞ്ഞ കളറിൽ. അപ്പോൾ അത് നമ്മൾ ഒരെണ്ണം 5 രൂപയുടെ അത് മേടിച്ചു. ഇതിനകത്ത് എന്താ ചേച്ചി പറഞ്ഞത്? ഇതിനകത്ത് മാംഗോയുടെ ജെല്ലാട്ടോ. പക്രു പോവാ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടോ? മാംഗോയുടെ അതേ ഫ്ലേവറാണ്. ഈ വീഡിയോ മിക്കവാറും ട്യൂബ് കണ്ടു കഴിഞ്ഞാൽ എന്നെ വഴക്ക് പറയും. കാരണം വെച്ചാൽ ട്യൂബിന് മേടിച്ച് കൊടുത്തില്ലെന്ന് പറഞ്ഞത് 100% ഉറപ്പാണ്. എന്നെ വഴക്ക് പറയും. അപ്പോൾ ഇതാണ് സാമ്പ്രാണിക്കുടി ഐലൻഡ്. നമ്മൾ കഴിഞ്ഞു കേട്ടോ, വെള്ളത്തിലൊക്കെ ഇറങ്ങി കഴിഞ്ഞു. പക്ഷെ നല്ല മഴയാണ് കേട്ടോ. നല്ല മഴയായതുകൊണ്ട് ഞങ്ങൾ കൂടുതലും 1 മണിക്കൂർ നമുക്ക് അവിടെ സമയം തന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 20 മിനിറ്റ് സ്പെൻഡ് ചെയ്തുള്ളൂ. കാരണം വെച്ചാൽ നല്ല മഴ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ റിട്ടേൺ പോവുകയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇത്ര നേരം സ്പെൻഡ് ചെയ്തത്. സോ സാമ്പ്രാണിക്കുടി ഐലൻഡിനോട് വിട പറയുന്നത്. ടാറ്റാ. അപ്പോൾ അടുത്തൊരു പ്രാവശ്യം, അതായത് നമ്മളൊരു ഈവനിങ് ടൈമിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലൊരു വൈബായിരിക്കും ഇവിടെ. അപ്പോൾ മച്ചാന്മാർ നമ്മളെ സാമ്പ്രാണിക്കുടിയിൽ നിന്ന് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. അവിടെ നമുക്ക് 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ള സമയം. പക്ഷേ നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞാലും ബോട്ടിംഗ് അത് സെയിം ബോട്ടിലല്ല, നമ്മൾ പോയ ബോട്ടിൽ തന്നെയല്ല, സർവീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് പല ബോട്ടുകളും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അവിടെ നിന്ന് ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ വരണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോയ ബോട്ടിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒത്തിരി ബോട്ടുകളുണ്ട്. അപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിൽ നമുക്ക് റിട്ടേൺ വരും ചെയ്യാം. സോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാത്ത ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു കിറ്റിലും വീഡിയോയുമായിട്ട്, അതായത് കൊല്ലത്തെ നല്ലൊരു കിറ്റിലും വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ ടേക്ക് കെയർ.